ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇപ്പോൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം. ന്യൂട്രോൺ. ഒരു പദാർത്ഥത്തിലെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റം. ഒരു പദാർത്ഥത്തിലെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റം. ആറ്റത്തിലെ 3 കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റത്തിലെ 3 കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. കണം ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇലക്ട്രോൺ ചാർജ് നെഗറ്റീവ്. ന്യൂട്രോൺ ചാർജ് ഇല്ല. പ്രോട്ടോൺ ചാർജ് പോസിറ്റീവ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഒരു പദാർത്ഥത്തിലെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റത്തിലെ 3 കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല, പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലെ കണങ്ങൾ അറിയപ്പെടുന്നത് ന്യൂക്ലിയോണുകൾ. ന്യൂക്ലിയസിലെ കണങ്ങൾ അറിയപ്പെടുന്നത് ന്യൂക്ലിയോണുകൾ. ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ, ന്യൂട്രോൺ. അപ്പോൾ ന്യൂക്ലിയസിലെ കണങ്ങൾ അറിയപ്പെടുന്നത് ന്യൂക്ലിയോണുകൾ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പോൾ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലെ കണങ്ങൾ അറിയപ്പെടുന്നത് ന്യൂക്ലിയോണുകൾ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജ് കണ്ടെത്തിയത് ജെ തോംസൺ. ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജ് കണ്ടെത്തിയത് ജെ തോംസൺ. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ മില്ലിഗൺ. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ മില്ലിഗൺ. അപ്പോൾ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജ് കണ്ടെത്തിയത് ജെ തോംസൺ. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ മില്ലിഗൺ. അടുത്ത ക്വസ്റ്റ്യൻ: ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ. ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ മോസ്ലി. ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലീഫ്. ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലീഫ്, റഷ്യയിലെ. മെൻഡലീഫ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചത് ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. മെൻഡലീഫ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചത് ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക് സംഖ്യയുടെ അടിസ്ഥാനത്തിൽ. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചത് ആറ്റോമിക് സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. ക്രമാവർത്തന നിയമം, പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് മെൻഡലീഫ്. ക്രമാവർത്തന നിയമം, പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് മെൻഡലീഫ്. അപ്പോൾ ആവർത്തന പട്ടികയുടെ പിതാവ് റഷ്യയിലെ ദിമിത്രി മെൻഡലീഫ്. മെൻഡലീഫ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചത് അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചത് അറ്റോമിക് സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. ക്രമാവർത്തന നിയമം, പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് മെൻഡലീഫ്. ആധുനിക ക്രമാവർത്തന നിയമം ആവിഷ്കരിച്ചത് മോസ്ലി. ആധുനിക ക്രമാവർത്തന നിയമം ആവിഷ്കരിച്ചത് മോസ്ലി. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ജോൺ ന്യൂലാൻഡ്സ്. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ജോൺ ന്യൂലാൻഡ്സ്. ട്രയാഡ്സ് നിയമം ആവിഷ്കരിച്ചത് ട്രയാഡ്സ് നിയമം ആവിഷ്കരിച്ചത് ഡൊബറൈനർ. ട്രയാഡ്സ് നിയമം ആവിഷ്കരിച്ചത് ഡൊബറൈനർ. ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ മൂലകങ്ങളുടെ എണ്ണം 118. ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ മൂലകങ്ങളുടെ എണ്ണം 118.
ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. അപ്പോൾ ആധുനിക ക്രമാവർത്തന നിയമം ആവിഷ്കരിച്ചത് മോസ്ലി. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ജോൺ ന്യൂലാൻഡ്സ്. ട്രയാഡ്സ് നിയമം ആവിഷ്കരിച്ചത് ഡൊബറൈനർ. ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ മൂലകങ്ങളുടെ എണ്ണം 118. ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ പീരിയഡുകളുടെ എണ്ണം 7. ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ പീരിയഡുകളുടെ എണ്ണം 7. ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ ബ്ലോക്കുകളുടെ എണ്ണം 4. ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ ബ്ലോക്കുകളുടെ എണ്ണം 4. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അതുപോലെ 1, 2, 13 to 18 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. 1, 2 അതുപോലെ 13 to 18 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ. അപ്പോൾ ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ പീരിയഡുകളുടെ എണ്ണം 7. ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ ബ്ലോക്കുകളുടെ എണ്ണം 4. ബ്ലോക്കുകൾ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. 1, 2 അതുപോലെ 13 to 18 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. 1, 2, 13 to 18 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. 57 മുതൽ 71 വരെ അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങൾ ലാന്തനൈഡുകൾ. 57 മുതൽ 71 വരെ അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങൾ ലാന്തനൈഡുകൾ. 89 to 103 വരെ അറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ ആക്റ്റിനൈഡുകൾ. 89 മുതൽ 103 വരെ അറ്റോമിക നമ്പറുകളുള്ള മൂലകങ്ങൾ ആക്റ്റിനൈഡുകൾ. 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. 13 to 18 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് പി ബ്ലോക്ക് മൂലകങ്ങൾ. 13 to 18 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് പി ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പോൾ 57 to 71 വരെ അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങൾ ലാന്തനൈഡുകൾ. 89 to 103 വരെയുള്ള അറ്റോമിക നമ്പറുകളുള്ള മൂലകങ്ങൾ ആക്റ്റിനൈഡുകൾ. 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. 13 to 18 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് പി ബ്ലോക്ക് മൂലകങ്ങൾ. അതുപോലെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങളാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. അപ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങളാണ്. ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും അറിയപ്പെടുന്നത് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും അറിയപ്പെടുന്നത് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ലാന്തനൈഡുകൾ എന്ന് പറയുന്നത് 57 to 71 വരെ അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളാണ് ലാന്തനൈഡുകൾ. ആക്റ്റിനൈഡുകൾ എന്ന് പറയുമ്പോൾ 89 മുതൽ 103 വരെയുള്ള അറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ ആക്റ്റിനൈഡുകൾ. അപ്പോൾ ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും അറിയപ്പെടുന്നത് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങളും ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും അറിയപ്പെടുന്നത് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ.